അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ചരിത്ര സംഭവമാണ്. അത് കേവലം ഒരു ചരിത്രമല്ല, മറിച്ചും ഒരുപാട് പാഠങ്ങളുള്ള ചരിത്ര സംഭവം. സുഹൃത്തുക്കളെ, ചരിത്രം ഒരു പാട്ടായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. യമനിൽ പണ്ടൊരു രാജൻ, അപ്രാതെന്നൊരു വീരൻ. മക്ക വളർന്നത് കണ്ട് അസൂയ കൊണ്ടു വലഞ്ഞു. എന്താണിതിലെ രഹസ്യം? മക്ക മണ്ണിൻ വിജയം കണ്ടുപിടിച്ചു രാജൻ. കഅബ എന്നൊരു ഭവനം, കഅബ എന്നൊരു ഭവനം. എന്താണ് കഅബ? പുണ്യപ്രവാചകർ തീർത്തൊരു ഭവനം. റബ്ബിനെ മാത്രം ആരാധിക്കാൻ മനുഷ്യർക്കായി തീർത്തൊരു വീട്. ഒന്നാമത്തെ വിശുദ്ധ ഭവനം. കഅബ പൊളിച്ചാൽ തീരും മക്കക്കാരുടെ ഹുങ്ക്. കണക്കുകൂട്ടി രാജൻ കഅബ പൊളിക്കാൻ നീങ്ങി. ആന വരുന്നത് കണ്ടു, കൊമ്പൻ ആന വരുന്നത് കണ്ടു. 1 2 3 4 13 ആനകളുണ്ട്. ഉള്ളതിലേറ്റവും വലുതിൽ തന്നെ രാജൻ കേറിയിരിപ്പു. ആനപ്പടയത് കണ്ടൊരു ജനത ആ വഴി വഴിയോടി. പലരും മേലെ കുന്നിൽ കയറി റബ്ബിൻ കാവൽ തേടി. നിങ്ങളുടെ ഭവനം നീ കാക്കേണേ, നീയാണ് ഏറ്റവും കഴിവുള്ളോൻ. അപ്പോഴും ആകാശത്തിൻ അക്കര നിന്നു കുഞ്ഞിക്കിളികൾ പറന്നെത്തി. ചുണ്ടിൽ കുഞ്ഞിക്കല്ലുകളാലെ ആനപ്പടയെറിഞ്ഞപ്പോൾ ചവച്ചു തുപ്പിയ വൈക്കോൽ പോലെ സൈന്യം ചത്തുമച്ചല്ലോ. നാഥാ, നിങ്ങളുടെ കൽപ്പനയാലെ പണിതുയർത്തിയ വിശുദ്ധ ഭവനം സംരക്ഷിപ്പതു നീ തന്നെ. തൗഹീദിന്റെ വിളംബരം ഉയർന്നു നിൽക്കും അസ്സത്തോടെ, ഉയർന്നു നിൽക്കും അസ്സത്തോടെ. അസ്സലാമു അലൈക്കും.